മെട്രോ ട്രെയിൻ ഹോച്ചിമിൻ സിറ്റിയിലെയും സായിഗോണിലെയും വഴിയോര കാഴ്ചകൾ. ഹോച്ചിമിൻ സിറ്റിയിൽ തന്നെയുള്ള വാൻ താങ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഇന്നത്തെ യാത്ര. താമസ സ്ഥലത്ത് നിന്നും വളരെ അടുത്ത് തന്നെയാണ്, ഒരു 500 മീറ്റർ ദൂരമേ ഈ മെട്രോ സ്റ്റേഷനിലേക്ക്. സൈഗോൺ സിറ്റി സെൻറ്ററിന് അടുത്തുള്ള ബെൻതാൻ മെട്രോ സ്റ്റേഷനിൽ തുടങ്ങി ബെൻ സി സോയ് താൻ മെട്രോ സ്റ്റേഷൻ വരെ നീളുന്ന 20 കിലോമീറ്റർ നീണ്ട മെട്രോ പാതയാണിത്. ആ കാണുന്ന കെട്ടിടത്തിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിലെ 22ാം നിലയിലുള്ള ആ റൂമിൽ നിന്ന് നോക്കിയാൽ ഈ മെട്രോ സ്റ്റേഷൻ കാണാം. ആ പോകുന്ന ട്രെയിൻ ബെൻതാൻ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കുള്ളതാണ്. ഈ വരുന്ന ട്രെയിനാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. ട്രെയിനിൻ്റെ ഡോറും സ്റ്റേഷനിലെ സേഫ്റ്റി ഡോറും ഒരുമിച്ച് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുള്ളൂ. നിരനിരയായുള്ള കെട്ടിടങ്ങളെയും പിന്തള്ളി സ്റ്റേഷനുകളെയും പിന്നിലാക്കി ട്രെയിൻ മുന്നോട്ട് കുതിച്ചു പായുന്നു മിന്നൽ വേഗത്തിൽ. അപ്പം അത് അടുത്തൊരു സ്റ്റേഷൻ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. നിറയെ ആളുകളുണ്ട് ട്രെയിനിൽ. പുറത്തെ റോഡിലെ കനത്ത ട്രാഫിക് ഒഴിവാക്കി ജോലി സ്ഥലത്തേക്കും പഠിക്കുന്നിടത്തേക്കും ഒക്കെ യാത്ര ചെയ്യുന്നവർ. താഴെ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡ് കാണാം. റോഡിനിരുവശവും നിരനിരയായി നട്ടുവളർത്തിയിരിക്കുന്ന മരങ്ങൾ, തണൽ മരങ്ങൾ. അതിവിടെ ഒരു പ്രധാന കാഴ്ചയാണ് വിയറ്റ്നാമിൽ. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്, നല്ല കാലപ്പഴക്കമുള്ളവ. വർഷങ്ങളായി അവരിതിനെ കാത്തു സൂക്ഷിക്കുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് ട്രെയിൻ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. മാനം മുട്ടെ കെട്ടിപ്പൊക്കിയ കെട്ടിട സമുച്ചയങ്ങൾ, അതിനോടൊക്കെ കിടപിടിക്കുന്ന ബുദ്ധക്ഷേത്ര വിഹാരങ്ങളിലെ പഗോഡകൾ, ഇതൊക്കെയാണ് പുറത്തെ കാഴ്ചകൾ. താഴെ വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന വലിയ വലിയ പാതകൾ കാണാം, ടെർമിനൽ പാതകൾ. ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനെത്തി. ബെൻ സി സോയ് ടിൻ എന്ന മെട്രോ സ്റ്റേഷൻ. ഈ ട്രെയിൻ ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ കുറേ സമയം നിർത്തിയിട്ടതിന് ശേഷം ഇത് തിരികെ ബെൻതാൻ സൈഡിലേക്ക് പിന്നെയും പോകും. അപ്പോൾ അവിടെ ഇറങ്ങി പുറത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു. ഇതൊരു കോംപ്ലക്സ് ആണ്. ഇവിടെ ഒരുപാട് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഒരുപാട് പേര് മെട്രോ ട്രെയിനിൻ്റെ സഹായത്തോടെ വരുന്നുണ്ട്. അങ്ങ് മാറി കാണുന്നത് ബസ് സ്റ്റേഷനും ടാക്സി സ്റ്റാൻഡും ഒക്കെയാണ്.
ഇവിടുന്ന് പല ഭാഗങ്ങളിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണത്. തിരിച്ച് ബെന്താൻ ഭാഗത്തേക്ക് തിരിച്ച് അതേപോലെ തന്നെ അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു പോവുകയാണ്. ഇതാണ് ബെന്താൻ മെട്രോ സ്റ്റേഷൻ. ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. ഭൂമിക്കടിയിലാണ് ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഹോച്ചിമിൻ സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്ര കോംപ്ലക്സിലേക്ക് വന്നിരിക്കുകയാണ്. വളരെയധികം മനോഹരമായ വലിയൊരു മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഏക്കറുകളോളം നീണ്ടു നിറഞ്ഞു കിടക്കുന്ന മാന്തോപ്പുകളും പൂന്തോട്ടങ്ങളും ഒക്കെ അടങ്ങുന്ന വലിയ ഏരിയ നിറയുള്ള ഒരു ക്ഷേത്ര സമുച്ചയം. ഈ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. ഇതും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സൺവേൾഡ് ഗ്രൂപ്പാണ്. അതിൻ്റെ കീഴിലാണ് ഈ സ്ഥലങ്ങളെല്ലാം. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങൾ, കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഇടങ്ങൾ, വൈകുന്നേരങ്ങളിലോ അതിരാവിലെകളിലോ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, വലിയൊരു താമരക്കുളം, ക്ഷേത്രങ്ങൾ, ഷോപ്പിംഗ് സംവിധാനങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ഇതെല്ലാം അടങ്ങിയ വലിയൊരു കോംപ്ലക്സാണിത്. മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയൊരു ഐലൻഡ് പോലത്തെ സ്ഥലം, അതിനു ചുറ്റുമായി താമര നിറഞ്ഞു നിൽക്കുന്ന തടാകം, പുറകിലായി വലിയൊരു മല. മനസ്സിന് വളരെ ഉന്മേഷം പകരുന്ന ഒരു സ്ഥലം. തിരക്കും സംഘർഷങ്ങളും വാഹനബാഹുല്യവും നിറഞ്ഞ ഒരു സ്ഥലത്തു നിന്നും മാറി വളരെ സന്തോഷവും സമാധാനവും തരുന്നൊരു സ്ഥലം. ഒരു വലിയ സിറ്റിക്ക് അടുത്ത് തന്നെയാണ് ഇങ്ങനൊരു സ്ഥലം എന്ന് പറയുന്നതിന് വളരെ അതിശയകരമാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സമാധാനപരമായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി വിഭാവനം ചെയ്തതാണ് എന്നുള്ളതിൽ സംശയമില്ല. നീളം നടപ്പാതകൾ ഇതിന് എല്ലാ വശങ്ങളിലേക്കുള്ള വഴികളിലേക്ക് നീണ്ടു പോകുന്നു. അങ്ങനെ ഒരു പാത നീണ്ടു പോകുന്നത് അടുത്തൊരു പാലത്തിലേക്കാണ്. ഇത് കയറി വരാൻ 2 വഴികളുണ്ട്. 2ഉം പാലങ്ങളാണ്. ആ തടാകത്തിലേക്ക് ക്രോസ് ചെയ്തു പോകുന്ന 2 പാലങ്ങൾ. അപ്പുറത്തെ വശത്തെ പാലത്തിലൂടെ കയറി ഇത് വഴിയിലൂടെ ഇറങ്ങുകയാണ്. കപ്പയ്ക്ക മരമൊക്കെ സമൃദ്ധമായി കാച്ചു നിൽക്കുന്നു. ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇവിടെയുള്ളവർ പല വിധത്തിലുള്ള ഫ്രൂട്ട്സുകൾ കാണിക്കയായി സമർപ്പിക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടി ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നവയാണിവ.
ഇതാണ് ലേഡി ബുദ്ധയുടെ സ്തൂപം, ഗോൾഡൻ ലേഡി ബുദ്ധ. ഇതും ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടകൾ. സിറ്റിയിലെ സായാഹ്ന കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അല്പം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. വഴിവെക്കിലെ ഭക്ഷണശാലകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവരെ കാത്ത് ഉത്സാഹത്തോടെ കസേരകൾ നിരത്തി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒട്ടെല്ലാ റോഡുകളും വൺ വേകളാണ്. അതുകൊണ്ട് തന്നെ സുഗമമായി നടക്കാം. സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. മഴ നനഞ്ഞ് ആകെ വെള്ളം ഉണ്ട്, കെട്ടി നിൽക്കുന്നില്ല എങ്ങും എന്നേ ഉള്ളൂ. മഴ തോർന്ന് ആളുകളെല്ലാം ചണ്ടും മിന്നും അവിടെ ഇവിടെ നിൽക്കുകയാണ്. സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് അടുത്ത് തന്നെയുള്ള ബുക്ക് സ്ട്രീറ്റാണിത്. ലോകോത്തരമായ ക്ലാസിക്കുകൾ, പല രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, പ്രധാനമായും വിയറ്റ്നാമിൻ്റെ സംസ്കാരം, ഭക്ഷണം, ജീവിത രീതി ഇവയൊക്കെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ, വിയറ്റ്നാം വാറിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, യുദ്ധം എത്രത്തോളം മനുഷ്യന് ആപൽക്കരമാണെന്ന് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങൾ അടക്കുന്ന പുസ്തകത്തെരുവ്. പുസ്തകങ്ങൾ മാത്രമല്ല, ഒരുപാട് കളിപ്പാട്ടങ്ങൾ, വിയറ്റ്നാമീസ് തൊപ്പികൾ, വിയറ്റ്നാമീസ് കലാരൂപങ്ങൾ എന്നിവയുള്ള സുവനീറുകളും വിൽക്കാൻ വെച്ചിരിക്കുന്ന കടകളും ഇതിനിടയ്ക്കുണ്ട്. പുസ്തകം മനുഷ്യൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയാണെന്നാണല്ലോ. അറിവ് വർദ്ധിക്കാൻ ഇത്രയും വലിയൊരു മേഖല വേറെയില്ല. പരന്ന വായന അറിവിൻ്റെ ലോകത്തേക്കുള്ള വഴി തുറക്കുന്നു എന്നാണ്. വിയറ്റ്നാമീസ് ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതിൻ്റെ പാചകത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്ന പുസ്തകങ്ങൾ, വിയറ്റ്നാമീസിൻ്റെ ചരിത്രമടങ്ങുന്ന പുസ്തകങ്ങൾ, വീക്ഷണങ്ങൾ അടങ്ങുന്ന വിയറ്റ്നാമീസ് തത്വചിന്തകരുടെ പുസ്തകങ്ങൾ, ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലുമുള്ള ലോകോത്തര ക്ലാസിക്കുകൾ, ലോകത്തെമ്പാടുമുള്ള പുസ്തകപ്രേമികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരിടം. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള ബുക്ക് സ്ട്രീറ്റ്.